Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. എല്ലാവരും പരിചിതമാവുന്നേ ഉള്ളൂ അല്ലെ? നമ്മള് പുതിയ ക്ലാസ് ആണ്. വ്യത്യസ്ത ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ ഉള്ളവരാണ്. എന്റെ പേര് സോളി. ആരെങ്കിലും എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും കോഴ്സില്? ഇല്ല. ഇല്ല, പരിചിതമല്ല. അപ്പൊ എന്റെ പേര് സോളി. എല്ലാവരും എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ളവരുണ്ടോ? ഇല്ല. ഉണ്ടല്ലേ. മറ്റു ഡിസ്ട്രിക്റ്റുകാരും കാണുമായിരിക്കും അല്ലേ? അപ്പൊ എല്ലാവർക്കും ചിലപ്പോ ഒരു പക്ഷേ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യമൊക്കെയായിട്ട് ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവും. എല്ലാവരും അവരുടെ വോയിസ് മ്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഡിസ്റ്റർബ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആർക്കെങ്കിലും സംസാരിക്കേണ്ട ടൈമിൽ മാത്രം അൺമ്യൂട്ട് ചെയ്യുക. പരമാവധി എല്ലാവരും അതിന് ശ്രദ്ധ കൊടുക്കുക. ആരെങ്കിലൊക്കെ വോയിസുകള് ഞാൻ ഓൾ അൺമ്യൂട്ട് ചെയ്തേക്കെയാണ്. സോറി, എല്ലാവരെയും മ്യൂട്ട് ചെയ്തേക്കെയാണ്. കാരണം നമ്മൾ പറയുന്നതൊന്നും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുകയില്ല. എല്ലാവരും വോയിസ് അത് ആ ടൈമിൽ മാത്രം ആവശ്യമുള്ളപ്പോൾ മാത്രം അൺമ്യൂട്ട് ആയിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ക്ലാസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുകയുള്ളൂ. ലാസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കഷൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വരുമ്പോഴാണ് അൺമ്യൂട്ട് തരിക. ആ ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാം. കേസ് നമുക്കറിയാം, ക്ലാസ് എടുക്കണതിന്റെ ഒപ്പം തന്നെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് പോവാം. മെസ്സേജുകൾ അയച്ചാലും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാനോ ഡൗട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജുകൾ ഷെയർ ചെയ്യാം. നമുക്ക് അതനുസരിച്ചിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇൻ കേസ് ഇപ്പോ നമ്മൾ കണ്ടു അല്ലെ, ആരെങ്കിലൊക്കെ വോയിസ് അറിയാതെയാണെങ്കിലും അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഡിസ്റ്റർബ് ആണ്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. ആദ്യ ടൈമിലും അതുമാതിരി തന്നെ ലാസ്റ്റ് ടൈമിലും നമുക്ക് അതിനൊരു ഓപ്ഷൻ തരുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പൊ എല്ലാവരും അത് അൺമ്യൂട്ട് ആക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ആവശ്യമുള്ളവർ മാത്രം മ്യൂട്ട് ആക്കിയിട്ട് സംസാരിക്കുക. അപ്പൊ എല്ലാവർക്കും അത് കേൾക്കാനായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മെസ്സേജ് അയച്ചു പോവാം. ഓക്കെ, എന്റെ പേര് ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. ഒന്നുകൂടി പറയണം, മിസ് ഇത്തിരി സ്പീഡ് ആയിപ്പോയി, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാവരെയും അത്യാവശ്യം എന്താ പറയാ, നമ്മൾ കാണുന്നില്ല എങ്കിലും നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ട് എന്ന് ഉണ്ടെങ്കിലാണ് നമ്മളത് കണ്ടിന്യൂ ആയിട്ട് ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് പോകാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങൾ തരാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഞാൻ അൺമ്യൂട്ട് ആക്കാം. എല്ലാവരും കൂടി സംസാരിക്കാതെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സിനുള്ളിൽ ചോദിക്കാം. ഓക്കെ, എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം വ്യക്തമാണ്. കാരണം കോൾ അൺമ്യൂട്ട് ആക്കിയിട്ടും ഒരു ഡിസ്റ്റർബൻസും നമ്മുടെ ക്ലാസ്സിൽ വരുന്നില്ല. അപ്പൊ എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ആ ഒരു പ്രോബ്ലം വരുന്നത്. നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ക്ലാസ് ഒക്കെ ആയിക്കോളും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, എന്റെ ലാംഗ്വേജ് ചിലപ്പോൾ ചിലര് നമുക്ക് അല്ലെ വ്യത്യസ്ത ഡിസ്ട്രിക്റ്റിലുള്ളവരുടെ ആ സംസാര ഭാഷ തന്നെ വ്യത്യസ്തമായിരിക്കും. അപ്പൊ അത് ഇത്തിരി സ്പീഡൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റാത്തത് ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളത് അതിനോട് അറ്റാച്ച് ചെയ്ത് വന്നോളും. ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇത്തിരി സ്പീഡ് കുറയ്ക്കണമെന്നോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, എല്ലാവരും കയ്യിലെ ടെക്സ്റ്റുകളൊക്കെ കിട്ടിയോ? ടെക്സ്റ്റ് ബുക്ക് കിട്ടിയോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്നിച്ചാണ് തന്നിരിക്കുന്നത്? ഇല്ല, കിട്ടിയിട്ടില്ല അല്ലെ? അപ്പോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പോകേണ്ടതുണ്ടെങ്കിൽ നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പൊതുവെ ഞങ്ങള് ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നോട്ട്സ് ഒന്നും തരുന്നില്ല. നമ്മൾ ക്ലാസ് എടുക്കുന്നതോടൊപ്പം തന്നെ എന്തെങ്കിലും നിങ്ങൾ അതിന്റെ അല്ലെ എന്തെങ്കിലും മീനിങ്ങോ എന്തെങ്കിലും അണ്ടർലൈൻ ചെയ്ത് പോകേണ്ട പോയിന്റുകളൊക്കെ
നോട്ട് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും അതേ തന്നെ ശ്രമിക്കുക. ഇൻ കേസ് ഇപ്പോ ടെക്സ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് എന്തെങ്കിലും നോട്ട് ചെയ്ത് പോവേണ്ടതുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പോവുക. ടെക്സ്റ്റ് കിട്ടിയതിന് ശേഷം എന്താണ് അതിന്റെ മുകളിൽ തന്നെ മാർക്ക് ചെയ്ത് പോവുക. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ മുകളിൽ തന്നെ നിങ്ങളുടേതായ ഭാഷയിൽ നോട്ട് ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. നമുക്കറിയാം ക്വസ്റ്റ്യൻസ് ഒന്നും വലിയ ഇതില് അല്ലെ എസ്എ ക്വസ്റ്റ്യൻസോ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. പൊതുവെ നമുക്കറിയാം മോക്ക് ടെസ്റ്റ് അല്ലെ മോക്ക് ടെസ്റ്റുകളാണ് വരുന്നത്. ഓരോ ചാപ്റ്റർ ഓരോ സെക്ഷൻ കഴിയുമ്പോഴും ഒരു 5 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ തന്നിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ആ ഒരു എന്താണ് ഏത് രീതിയാണെന്നുള്ള ഏത് മോഡലാണെന്നപ്പോൾ അത് മനസ്സിലായി പോകാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ നമുക്കപ്പോ ക്ലാസ്സിലേക്ക് നോക്കാം. നമുക്കറിയാം എന്താണ് HR അല്ലെ. HR എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ. ഇപ്പോ ഈ കാലഘട്ടത്തിൽ അതിന് ഇച്ചിരിയും കൂടി അല്ലെ ഈ പ്രാധാന്യം കൂടുതലാണ്. കാരണം പഴയ കാലഘട്ടത്തെ അപേക്ഷിച്ച് നമുക്കറിയാം ഏതൊരു സ്ഥാപനത്തിലും ഇതൊരു ഡിപ്പാർട്ട്മെന്റ് എന്തായാലും മസ്റ്റ് ആയിട്ട് തന്നെ ഇൻവോൾവഡ് ആണ്. കാരണം നമുക്കറിയാം അവിടെ ഏതൊരു സ്ഥാപനം അത് വിജയിച്ചു പോകണമെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്താലും അതല്ലെങ്കിൽ പുതിയ പുതിയ മെഷീൻസ് അത് സ്ഥാപിച്ചാലും അതല്ല എങ്കിൽ മറ്റ് ഏതെങ്കിലും അല്ലെ നല്ല നല്ല പോളിസി നയങ്ങളൊക്കെ രൂപീകരിച്ച് കൊണ്ടുവന്നാലും തീർച്ചയായിട്ടും അതൊരു ആ ബിസിനസ് ഫേം നല്ല രീതിയിൽ അതിന്റെ പ്രോഫിറ്റബിൾ അല്ലെ അത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇൻ കേസ് സമൂഹത്തിൽ നല്ല ലേബൽ അല്ലെ നല്ല നിലയിലുള്ള ഒരു സ്ഥാപനമാണെന്ന് അറിയപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ വർക്ക് ചെയ്യുന്നവരെ പരിഗണിക്കേണ്ടതാണ് അല്ലെ. അവിടെ വർക്ക് ചെയ്യുന്നവര് എഫിഷ്യന്റ് ആയിട്ട് നല്ല കാര്യക്ഷമതയോട് കൂടിയിട്ട് വർക്ക് ചെയ്താൽ മാത്രമാണ് ഈ ഉദ്ദേശിച്ച റിസൾട്ടിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് ഇത്രയും പ്രാധാന്യം വരുന്നത്. നമുക്കറിയാം ഏതൊരു സ്ഥാപനം അത് നിലനിർത്തി പോകണമെങ്കിൽ അല്ലെങ്കിൽ അത് മെച്ചപ്പെട്ടതായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സിനെ മസ്റ്റായിട്ടും പരിഗണിക്കണം. അവർക്ക് അതിനുള്ള പ്രാധാന്യത്തോട് കൂടിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്ത് അല്ലെ അവർക്ക് അതിലൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സിന് ഇത്രയും പ്രാധാന്യം വരുന്നത്. ഓക്കെയാണോ അല്ലേ? ശരിയല്ലേ? ഓക്കെ, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാട്ടോ. അപ്പൊ നമ്മള് ഷെയർ ചെയ്ത് തന്നെ ക്ലാസ് മുന്നോട്ട് പോവുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളതൊക്കെ ഷെയർ ചെയ്തൊക്കെ പോവുക. അല്ലെങ്കിൽ എന്താ പറയുക ഒരു വൺ മാൻ ഷോ പോലെ. ഓക്കെ, കൂടുതലും പേര് മലയാളം യൂസ് ചെയ്യാൻ അല്ലെ. നമുക്ക് കൂടുതൽ പേര് മലയാളം ഇത് ലാംഗ്വേജ് വേണ്ടിയത് കൊണ്ട് തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം എല്ലാവർക്കും ഇംഗ്ലീഷ് അല്ലെ ഫ്ലുവന്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റണമെന്നില്ല. ഇൻ കേസ് നമ്മള് ഇംഗ്ലീഷ് ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് അതിലൂടെ കൈകാര്യം ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ആക്ച്വലി ക്ലാസ് എടുക്കുന്ന പോയിന്റ്സുകളൊക്കെ ജസ്റ്റ് അതിനോടൊപ്പം തന്നെ നമ്മൾ ഇംഗ്ലീഷിലും അല്ലെ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ക്യാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, എനിവേ എന്താ പറയാ മലയാളം ഇതിൽ എന്തായാലും അത് വിവരിച്ചു കൊടുക്കണമെന്നുള്ളത് ഫസ്റ്റ് ആയിട്ട് ഇവിടുത്തെ മാനേജ്മെന്റിന്റെ നിർദ്ദേശമാണ്. കാരണം ഭൂരിഭാഗം പേർക്കും അത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ എന്താണ് ഈ ലാംഗ്വേജും കൂടി യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ചു പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോ ഇതിന്റെ ആ ഒരു പ്രാധാന്യം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് വ്യക്തമാണ്. നമ്മളിപ്പോ ഏതൊരു സ്ഥാപനത്തിലും അതുകൊണ്ട് തന്നെയാണ് ഓരോ വേക്കൻസി നിലവിൽ വരുന്നത് അല്ലേ. എവിടെയാണെങ്കിലും ആ ഒരു ഏതൊരു സ്ഥാപനമാണെങ്കിലും അത് നിലനിർത്തി പോകണമെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സിനെ പരിഗണിക്കണം. അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് പോകാം. ഓക്കെ, അപ്പൊ ആ ഒരു കൺസിഡറേഷനിൽ തന്നെ നമ്മൾ എന്താണ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രാധാന്യത്തോട് കൂടിയിട്ട് അത് തന്നെയാണ് ഇൻട്രൊഡക്ഷനിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ആ ഒരു ചാപ്റ്റർ ആ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ആ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതേ കുറിച്ചിട്ട് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പല പല മോഡൽ കൺസെപ്റ്റുകളൊക്കെയാണ് അതിൽ കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതിലെ മീനിങ് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മീനിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് പ്ലാനിങ്, ഓർഗനൈസിംഗ്, directing, controlling, compensation, development, integration, maintenance, etc. of the human resources in order to achieve organizational, social and individual objectives.
അതായത് നമുക്കറിയാം ഒരു വർക്കർ വർക്ക് ചെയ്യാനായിട്ട് പോകണമെങ്കിൽ, നമ്മളൊരു ഡ്യൂട്ടി ചെയ്യാനായിട്ട് ഒരു സ്ഥാപനത്തിൽ പോകണമെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു എയിം ഉണ്ട് അല്ലെ, ഒരു ലക്ഷ്യമുണ്ട്. എവരിവൺ ഹാവ് സം എയിം അല്ലെ. ഒരു ഡ്യൂട്ടി ചെയ്യണമെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു എയിം ഉണ്ട് അല്ലെ, ഒരു ലക്ഷ്യമുണ്ട്. ഉണ്ടാവില്ലേ? ഇല്ലേ? നമുക്കൊരു ചിലപ്പോ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അല്ലെ, നമുക്കൊരു ഫണ്ട് നേടണമെന്നായിരിക്കും. അതല്ലെങ്കിൽ ഒരു സോഷ്യൽ സമൂഹത്തിൽ ഒരു ഡിഗ്നിറ്റി, ഒരു നല്ല അന്തസ്സുള്ള ഒരു ജോലിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. എനിവേ ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള കുറെ ലക്ഷ്യങ്ങളോട് കൂടിയിട്ടായിരിക്കും ഒരു സ്ഥാപനത്തിൽ ജോലി തിരഞ്ഞെടുത്ത് അവിടെ പോകുന്നത്. ശരിയല്ലേ? ആണോ? ഉണ്ടാവില്ലേ? ഓരോ എംപ്ലോയിക്കും അങ്ങനെ ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലെ. അപ്പൊ അത് മനസ്സിലാക്കുക. അത് മാത്രമല്ല, ഒരു സ്ഥാപനത്തിനാണെങ്കിലും, ഒരു ബിസിനസ് ആണെങ്കിലും, ഒരു ഫേം ആണെങ്കിലും, ഒരു കമ്പനി ആണെങ്കിലും അതിനും അതിൻ്റെതായ ഒരു ലക്ഷ്യമുണ്ട് അല്ലെ. ഇത്രയും ഈ ടൈമിനുള്ളിൽ ഇത്രയും പ്രോഫിറ്റബിൾ ആക്കണം, അല്ലെങ്കിൽ ഇത്രയും ലാഭം നേടണം. അതല്ല എങ്കിൽ നമുക്കറിയാം ഒരു നല്ലൊരു മാർക്കറ്റിൽ നല്ലൊരു പേര് നേടിയെടുക്കണം. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഒരു സ്ഥാപനത്തിനും ഉണ്ടാകും. അപ്പൊ അവിടെ വ്യക്തികൾക്ക്, അവിടെയുള്ള തൊഴിലാളികൾക്ക് ഒരു എയിമുണ്ട്, ആ സ്ഥാപനത്തിന് ഒരു എയിമുണ്ട്. അതേമാതിരി തന്നെ സോഷ്യൽ അല്ലെ, സമൂഹത്തിലും നമുക്കൊരു സ്ഥാപനം സ്ഥാപിക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഡെവലപ്പ് ചെയ്ത് വരും അല്ലെ. ആ ഏരിയ ഡെവലപ്പ് ചെയ്യും. ഒരുപാട് ഇൻഡസ്ട്രീസ് ഒക്കെ അവിടെ ഫോം ചെയ്യുകയാണെങ്കിൽ ആ പ്ലേസ് ഒക്കെ എന്താണ്, അത് നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് വരും അല്ലെ. അപ്പൊ അവിടെ ആ ഒരു ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായും അവിടെ എന്താണ്, അവിടെ ഹ്യൂമന്റെ എഫേർട്ട് ആവശ്യമാണ് അല്ലെ. അപ്പൊ മനുഷ്യ വിഭവശേഷി, ഹ്യൂമന്റെ റിസോഴ്സസ് അത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുക അല്ലെ, നല്ല രീതിയിൽ ആസൂത്രണം ചെയ്ത് അതിനെയെല്ലാം സംഘടിപ്പിച്ച് അതിനൊക്കെ ഏതാണ് അല്ലെ ഡ്യൂട്ടികളും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ചെയ്ത് അതൊക്കെ ചിലതൊക്കെ ഫോൾട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി അതിനെ കൺട്രോൾ ചെയ്ത് ചിലതൊക്കെ എന്താണ് അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കോമ്പൻസേഷൻ ഒക്കെ അല്ലെ അവിടെയുള്ള വർക്കേഴ്സിനെ നല്ല രീതിയിൽ തൊഴിൽ ചെയ്യാൻ പ്രാപ്തനാക്കത്തക്ക വിധത്തില് കുറെ കോമ്പൻസേഷൻ ഒക്കെ അല്ലെങ്കിൽ റിവാർഡും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അതല്ലെങ്കിൽ എന്താണ് അവരുടെ സ്കില്ല് അല്ലെ, അവരുടെ കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ നോളജുകളൊക്കെ അത് വികസിപ്പിച്ചെടുക്കാനുള്ള മറ്റു ഡെവലപ്മെന്റ് പ്രോസസ്സുകളൊക്കെ കൊടുത്ത് അങ്ങനെ എല്ലാം കൂടിയും കൂട്ടിയോ ഇണക്കി അത് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെ അത് പരിപാലിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഐഡിയ, എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ളത്? അത് ഒരാൾ മാത്രമേ ഷെയർ ചെയ്താൽ പോരാട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒന്ന് ഓക്കെ അപ്പൊ എന്തെങ്കിലും ഒന്ന് ഓപ്പറേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരിക്കലും ക്വസ്റ്റ്യൻസ് ഒന്നും എന്താണ് ഒരു എസ്എ മോഡലോ ഡിഫിനിഷൻ പോലെ ഒരു ഡിഫൈൻ ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. അപ്പൊ ഈ ആശയത്തിന്റെ ഉള്ളിൽ എന്താണ് അല്ലെ ആ ചെറിയ ചെറിയ മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് വരിക. അപ്പൊ നിങ്ങൾ ബൈഹാർട്ടായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓരോ കാര്യങ്ങളും എന്താണെന്നുള്ളത് കാര്യം ഐഡിയാസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി പോവുക. ഓക്കെ, അപ്പൊ ഇതില് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതൊരു ഇൻഡിവിജ്വലിനും അല്ലെ എവരി എംപ്ലോയീസ് ഹാവ് ആൻ എയിം, എവരി ഓർഗനൈസേഷൻ ഹാവ് എന്താണ് എയിം. അതുമാതിരി തന്നെ അല്ലെ സൊസൈറ്റിയുടേതായിട്ടുള്ള എയിമുകളുണ്ട് അല്ലെ, ലക്ഷ്യങ്ങളുണ്ട്. ഈ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ ഈ മനുഷ്യ വിഭവശേഷിയെ നമുക്കറിയാം ഏതൊരു സ്ഥാപനത്തിലും അവിടെ കുറെ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം അല്ലെങ്കിൽ അവിടെ നല്ല നല്ല മെഷീൻസ് സ്ഥാപിച്ചാൽ മാത്രം ഈ ലക്ഷ്യങ്ങളൊന്നും നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. ശരിയല്ലേ? നേടിയെടുക്കാൻ സാധിക്കുമോ? ഇല്ല. അവിടെ ഹ്യൂമന്റെ എഫേർട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം അല്ലെ. അവിടെയുള്ള എംപ്ലോയീസിന്റെ എന്താണ് എഫേർട്ട്, അവരുടെ പ്രയത്നങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്താൽ മാത്രമാണ് ഈ ഉദ്ദേശിച്ച ഇവർ ഓരോരുത്തരുടെയും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഈ മനുഷ്യ വിഭവശേഷിയെ കുറിച്ച് പ്ലാൻ ചെയ്യണം, അത് ഓർഗനൈസ് ചെയ്യണം, ഡയറക്റ്റ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. ദെൻ കോമ്പൻസേഷൻ എന്തെങ്കിലും കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കണം. ദെൻ അവരുടെ സ്കില്ലും നോളജൊക്കെ ഡെവലപ്പ് ചെയ്യണം. ദെൻ അതെല്ലാം കൂട്ടിയിണക്കി അത് പരിപാലിച്ച് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണോ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാമോ? അടുത്ത ഭാഗത്തേക്ക് പോകാമോ? ഓക്കെ,
ദെൻ നമുക്കപ്പോ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. എന്താണ് കൺസെപ്റ്റ് ഓഫ് HRM? HRM എന്ന് പറയുമ്പോൾ എന്താണ്? HRM എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് പറയാമോ? എക്സ്പാൻഡഡ് ഫോം HRM നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. എന്താണ് HRMന്റെ എക്സ്പാൻഡഡ് ഫോം? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, അതറിയാത്തവരാരും ഉണ്ടാവില്ല. നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴല്ലേ തീർച്ചയായിട്ടും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഞാൻ ജസ്റ്റ് മെസ്സേജ് അയക്കും, നിങ്ങളത് ക്ലാസ്സിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും ആക്റ്റീവാണ്. നമ്മള് ക്ലാസ്സിൽ ഇങ്ങനെ തന്നെ പോവാം അല്ലെ? ഇങ്ങനെ പോയാൽ മതിയില്ലേ? ഷെയർ ചെയ്ത് മിക്സ് ചെയ്ത് പഠിപ്പിച്ചു പോയാൽ പോരെ? മതിയോ? ഓക്കെ, അപ്പൊ നമുക്കും കൂടി അല്ലെ ഇൻവോൾവ്മെന്റ് കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ആശയങ്ങളൊക്കെ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള ആ ഒരു കാര്യം മോസ്റ്റ്ലി നമുക്ക് മനസ്സിലായി അല്ലെ? ഇൻ കേസ് അവിടെ നിഷ എനിത്തിങ് യു അണ്ടർസ്റ്റാൻഡ്? Yes, ma'am. Okay, thank you. So, everyone have some aims. All aims are achieved. Okay. Okay, with the effort of human resource management. Human resource management in the controlling area. Our രീതിയിൽ കൂടെ മാത്രമാണ് ഹ്യൂമൻ റിസോഴ്സിനെ നല്ല എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ മാത്രമാണ് എല്ലാ തരത്തിലുള്ള ലക്ഷ്യങ്ങളും നേടിയെടുക്കാനും സാധിക്കുകയുള്ളൂ. Then next നമുക്ക് നോക്കാം കൺസെപ്റ്റ് ഓഫ് HRM. എന്താണ് കൺസെപ്റ്റ് ഓഫ് HRM? കൺസെപ്റ്റ് ഓഫ് HRM പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് HRM or HR is the strategic approach to the effective management of people in a company or organization such that they help their business gain a competitive advantage. ഓക്കെ, അതായത് നമുക്കറിയാം ഇപ്പൊ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു അല്ലെ, കുറച്ച് കഴിയുമ്പോഴേക്കും ഇതേമാതിരി തന്നെ സ്ഥാപനം മറ്റൊരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യും അല്ലെ. അങ്ങനെയാണ് നമുക്കറിയാം, എവിടെ നോക്കിയാലും ബിസിനസ് സ്ഥാപനങ്ങളാണ് അല്ലെ, ഇൻഡസ്ട്രികളും കമ്പനികളും ഫേമുകളൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇൻ കേസ് ഹോസ്പിറ്റൽ ആണെങ്കിലും ഏത് ഫീൽഡാണ് അല്ലെ, നമുക്ക് ഒരു റീറ്റെയിൽ ഷോപ്പ് ആണെങ്കിലും അതല്ലെങ്കിൽ എന്തെങ്കിലും റെസ്റ്റോറന്റുകളാണെങ്കിലും മുട്ടിനെ നമുക്കറിയാം ഒരേപോലെ തന്നെ അതേ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ ആ ഒരു കോമ്പറ്റീഷൻ വരുന്നത് കൊണ്ട് തന്നെ അവര് വിജയിച്ചു പോകണമെങ്കിൽ എന്താണ്, അവിടെ പല തന്ത്രങ്ങളും രൂപീകരിക്കണം അല്ലെ. അത് നല്ല രീതിയിൽ തന്നെ ആ തന്ത്രങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തെടുത്ത് മാക്സിമം അവരിൽ നിന്ന് എഫേർട്ട് നേടിയെടുക്കണം അല്ലെ. മാക്സിമം അവരുടെ ആ ഒരു അല്ലെ കഴിവ് മുഴുവനും എനർജി മുഴുവനും അതല്ലെങ്കിൽ നോളജ് മുഴുവനും ആ കമ്പനി നേടിയെടുക്കാനായിട്ട് ശ്രമിക്കണം. എങ്കിൽ മാത്രമാണ് ബിസിനസ്സിന് ആ കോമ്പറ്റീഷൻ അല്ലെ, ആ ഒരു കിടത മത്സരമായിട്ടുള്ള ആ ഒരു ലെവലിലൊക്കെ പിടിച്ചു നിൽക്കാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ എന്താണ് പ്രധാനമായിട്ട് എന്താണ് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യണം അവിടെയുള്ള എംപ്ലോയീസിനെ. എഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ ഇൻ എ കമ്പനി ഓർ ഓർഗനൈസേഷൻ അല്ലെ. ഓരോ കമ്പനിയുടെ ആണെങ്കിലും ഓർഗനൈസേഷനാണെങ്കിലും അവിടുത്തെ പീപ്പിൾസിനെ നല്ല ഫലപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് അപ്രോച്ച് അല്ലെ, ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു സമീപനം നേടിയെടുക്കാൻ പറ്റിയാൽ മാത്രമാണ് നമുക്കറിയാം ബിസിനസിന്റെ ഗെയിൻ അല്ലെ, അവരുടെ ആ ഒരു ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കുകയുള്ളൂ. ഇൻ കേസ് കോമ്പറ്റീഷൻ ആയിട്ടുള്ള അല്ലെ മത്സരാത്മകമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാനും സാധിക്കുകയുള്ളൂ. ഓക്കെ, ഓക്കെ ആണോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ സ്ട്രാറ്റജിക് അപ്രോച്ച് തന്ത്രപരമായിട്ടുള്ള ഒരു സമീപനം നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് അല്ലെ. അതാണ് കൺസെപ്റ്റ്, ആ ഒരു ആശയത്തിലേക്ക് വരുന്നത്. So it is designed to maximum employee performance in a service of an employee's strategic objectives. നമുക്കറിയാം അത് ഈ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് അതായത് നമ്മൾ തന്ത്രപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യും അല്ലെ. ഏതൊരു സ്ഥാപനമാണെങ്കിലും അവിടെ എന്ത് മത്സരം വന്നാലും അല്ലെ, എന്ത് ചലഞ്ച് വന്നാലും എന്ത് വെല്ലുവിളി വന്നാലും അതിനെ മറികടക്കാൻ പറ്റിയുള്ള എന്താണ് ചലഞ്ചസിനെ മറികടക്കാൻ പറ്റിയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ അവര് ഡിസൈൻ ചെയ്യും, രൂപകൽപ്പന ചെയ്യും അല്ലെ. ഇത്തരത്തിലുള്ള ഈ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അത് എംപ്ലോയീസിനെ കൊണ്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പരമാവധി എന്താണ്
എംപ്ലോയർ പ്ലാൻ ചെയ്യും അല്ലെ, പരമാവധി തൊഴിലുടമ അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു രൂപകൽപ്പന ചെയ്യും അല്ലെ. ഇറ്റ് ഈസ് ഡിസൈൻ ടു മാക്സിമം എംപ്ലോയി പെർഫോമൻസ്, അവിടെയുള്ള എംപ്ലോയീസിന്റെ നല്ല പ്രകടനം അല്ലെ, നല്ല പ്രകടനം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പരമാവധി എംപ്ലോയർ എന്താണ് പലതരത്തിലുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള അല്ലെ തന്ത്രപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള പല പ്ലാനുകളും അവര് ആസൂത്രണം ചെയ്യും. ഓക്കെ, അത് ആ രീതിയിലായിരിക്കും അവര് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ചില വലിയ വലിയ കമ്പനിയൊക്കെ ആണെങ്കിൽ ചില കോമ്പൻസേഷനുകളൊക്കെ കൊടുക്കും അല്ലെ, അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ നല്ല മാക്സിമം അവർ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് എന്തെങ്കിലും കോമ്പൻസേഷനുകൾ കൊടുക്കും. അതല്ലെങ്കിൽ നല്ല ഏബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാക്സിമം അവരുടെ ടൈം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഓവർ ടൈം അവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം കമ്പനിക്ക് അതിൻ്റെതായ നേട്ടം കിട്ടും അല്ലെ. അപ്പൊ ആ ഒരു കമ്പനി കുറച്ച് കൂടുതൽ നേരം അവര് വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ് അവർക്കും അനുകൂലമായിട്ടുള്ള കുറച്ച് കോമ്പൻസേഷനും മാനേജ്മെന്റ് അവർക്ക് അല്ലെങ്കിൽ എംപ്ലോയർ തൊഴിലുടമ അവർക്ക് നൽകാനായിട്ട് തയ്യാറാവും. അപ്പൊ ഇത്തരത്തിലുള്ള സർവീസുകളെല്ലാം ഇത്തരത്തിലുള്ള നല്ല ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്യുന്നത് എംപ്ലോയർ എന്താണ് ഈ HRM മാനേജ്മെന്റിലൂടെയാണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെയാണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ദ സ്കോപ്പ് ഓഫ് HRM ഈസ് വെരി വൈഡ്. എന്തുകൊണ്ടാ നമുക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ, ഇതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. പേഴ്സണൽ ആസ്പെക്ട്, ദിസ് ഈസ് കൺസേൺഡ് വിത്ത് മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, ലേ ഓഫ് ആൻഡ് റിട്രെഞ്ച്മെന്റ്, റെമ്യൂണറേഷൻ, ഇൻസെന്റീവ്സ്, പ്രൊഡക്ടിവിറ്റി എക്സെട്ര. ഓക്കെ, നമ്മൾ പറഞ്ഞ തന്ത്രപരമായിട്ടുള്ള പല കാര്യങ്ങളും ആലോചിക്കുമ്പോൾ അത് എവിടെ തുടങ്ങും? ഒരു പേഴ്സൺ അല്ലെ, ഒരു സ്ഥാപനത്തില് അവിടെ വേക്കൻസികൾ വരുമ്പോൾ നമുക്കറിയാം അവിടെ നല്ല പേഴ്സണെ കൊണ്ടുവന്ന് അപ്പോയിന്റ്മെന്റ് ചെയ്യണമെന്ന് തന്നെയായിരിക്കും ഏതൊരു തൊഴിലുടമയും ആഗ്രഹിക്കുന്നത്, ആയിരിക്കില്ലേ? നല്ല കഴിവുള്ള വ്യക്തിയെ തന്നെ നമ്മൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കില്ലേ? ആഗ്രഹിക്കോ? അപ്പൊ അങ്ങനെ ആഗ്രഹിക്കാം അല്ലെ. ദിസ് ഈസ് കൺസേൺഡ് വിത്ത് മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്. നമുക്കറിയാം അവിടെ പ്ലാൻ ചെയ്യും അല്ലെ, അതുമായി ബന്ധപ്പെട്ട് തന്നെ പ്ലാൻ ചെയ്യും. ഇൻ കേസ് നല്ല ആപ്ലിക്കേഷൻസിൽ നിന്ന് തന്നെയായിരിക്കും സെലക്ട് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുക അല്ലെ. അപ്പൊ റിക്രൂട്ട്മെന്റ് നടപടിക്രമങ്ങളായിക്കോട്ടെ, അതിൽ നിന്ന് എന്താണ് നല്ല പേഴ്സണെ സെലക്ട് ചെയ്യാവുന്ന നടപടിക്രമമായിക്കോട്ടെ, then അവരെ പ്ലേസ്മെന്റ് അല്ലെ, അവർക്ക് വേക്കൻസികൾ അനുസരിച്ചിട്ട് തന്നെ പ്ലേസ്മെന്റ് കൊടുക്കുന്നു. then ട്രാൻസ്ഫർ, ഇൻ കേസ് നമുക്കറിയാം ഒരു കമ്പനിയൊക്കെ ആവുമ്പോൾ അതിന് ബ്രാഞ്ച് ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ വ്യത്യസ്ത സൗണ്ട് ക്ലാരിഫിക്കേഷൻ പോയൊക്കെയാണോ? എല്ലാവർക്കും എങ്ങനെയാ? ഇല്ല, സംതിങ് എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടെന്ന് പറയുന്നു. ഇനി ഞാൻ സ്പീഡിൽ എടുക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഓക്കെയാണ്? ഇല്ല, സ്പീഡിൽ എടുക്കുന്നതായിട്ട് തോന്നുന്നില്ല. എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കും. നമുക്ക് സ്റ്റാർട്ട് അല്ലെ, ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ ആയതുകൊണ്ടായിരിക്കാം. നിങ്ങളത് ശരിയായി വന്നോളൂ. ഓക്കെ, ഓക്കെയാണ്. അപ്പോ എന്താ പറയാ, നമുക്ക് അറിയാം ഒരു മാൻ പവർ അല്ലെ, ഒരു മനുഷ്യന്റെ അവിടെയുള്ള തൊഴിലാളിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ അപ്പോയിന്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് ചെയ്തെടുക്കുന്നത് മുതൽ അതിനുശേഷം അതിൽ നിന്ന് സെലക്ട് ചെയ്യണം. ദെൻ പ്ലേസ്മെന്റ് അല്ലെ, ഓരോരോ വേക്കൻസിയിലേക്ക് അതാത് പറ്റി അനുയോജ്യമായ പേഴ്സണെ തന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തെടുക്കണം. അത് മാത്രമല്ല ബ്രാഞ്ച് ഓഫീസുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്കൊക്കെ വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന നടപടിക്രമങ്ങള് നമുക്കറിയാം. വീണ്ടും അല്ലെ മേലാധികാരികളാവുമ്പോഴല്ലേ, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഇതിൽ നോക്കുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും വേക്കൻസികൾ വരുന്നുണ്ടെങ്കിൽ സ്വന്തം കമ്പനിയിൽ തന്നെ ഉള്ള ജീവനക്കാര് എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ ഏബിൾഡ് സ്കില്ലായിട്ടുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് പ്രൊമോഷൻ ഒക്കെ കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ടാവും. ദെൻ നമുക്കറിയാം ഫ്രഷേഴ്സ് ആണെങ്കിലും ഇതുമാതിരി പ്രൊമോഷൻ ഒക്കെ കൊടുത്ത് അവിടെ ജോലിക്ക് നിയുക്തമാകുന്നവരാണെങ്കിലും അവർക്ക് ആദ്യം എന്താണ് അവർക്ക് നല്ല പോലെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല അല്ലെ. അപ്പൊ അവർക്കൊരു ചെറിയ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. ദെൻ അത് മാത്രമല്ല അവരുടെ ഡെവലപ്മെന്റ് അല്ലെ, ഇൻ കേസ് നോളജും സ്കില്ലും ഒക്കെ ഈ കാലഘട്ടത്തിന്റെ അല്ലെ ഇന്നോവേറ്റീവായ ഈ കാലഘട്ടത്തിനോട് ചേർന്ന വിധം അവരുടെ സ്കില്ലും അല്ലെങ്കിൽ നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടാവും.
ചിലപ്പോഴൊക്കെ നമുക്കറിയാം ചില കമ്പനികളൊക്കെ അല്ലെ സീസൺ ആയിട്ട് തന്നെയായിരിക്കും എംപ്ലോയീസിനെ നിയമിക്കുന്നത്. ഇൻ കേസ് നമുക്കറിയാം ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു സിറ്റുവേഷനിൽ ചില കമ്പനികൾ ഇപ്പോ അംബർല നിർമ്മാതാക്കളൊക്കെ ആണെങ്കിൽ ആ ടൈമിൽ അല്ലെ അവർക്ക് വേക്കൻസി കിട്ടുന്നു, ദെൻ വീണ്ടും ആ സീസൺ ആവുമ്പോഴൊക്കെയാണ് വേക്കൻസി വരുന്നത്. അപ്പൊ ആ ടൈം വരേക്കും ചിലപ്പോൾ തൊഴിലാളികളെ വിടേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള തൊഴിലാളികൾ വിട്ടുപോകാതിരിക്കാൻ ചില പാക്കേജസ് ഒക്കെ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻ കേസ് കമ്പനികൾ ഇങ്ങനെ അല്ലെ അത് രൂപീകരിച്ച് നന്നായിട്ട് തന്നെ ബിസിനസ് റൺ ചെയ്ത് പോകുന്നതിനിടയ്ക്ക് ചിലപ്പോൾ നഷ്ടങ്ങൾ വരാം അല്ലെ. എല്ലാ കമ്പനികളും വിചാരിച്ച ലക്ഷ്യങ്ങള് അല്ലെങ്കിൽ വിചാരിച്ച രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ട് വർക്ക് അല്ലെ ഫോം ചെയ്ത് പോകണം എന്നുണ്ടോ? ഉണ്ടാവോ? ചിലപ്പോഴൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ പാളിപ്പോകും അല്ലെ. എല്ലാ കമ്പനികളോ അല്ലെങ്കിൽ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിലും നന്നായിട്ട് ഫ്ലോ ചെയ്ത് പോകണമെന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴെന്താണ് ചിലപ്പോൾ അവരെ പിരിച്ചുവിടേണ്ടതായിട്ട് വരും. പക്ഷെ അങ്ങനെ പിരിച്ചുവിടുമ്പോഴും തൊഴിലാളികൾ എന്താണ് അവരെ തീർച്ചയായിട്ടും അവിടെ അപ്പോയിന്റ്മെന്റ്സ് സ്വീകരിക്കുമ്പോഴേ എന്താണ് അവർ കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ ഓക്കെ എന്നുള്ള കണ്ടീഷനിലായിരിക്കും അവർ വരുന്നത്. അപ്പൊ ഇങ്ങനെ പോകുന്ന വ്യക്തികൾക്കും ചില കാര്യങ്ങളെല്ലാം ചില കോമ്പൻസേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ടാവും. അത്തരത്തിലുള്ള റിട്രെൻച്ച്മെന്റ് പ്രോഗ്രാമുകൾ സംഭവങ്ങള്, ദെൻ റെമ്യൂണറേഷൻ, ഇൻസെന്റീവ്സ്. ഞാൻ ഇങ്ങനെ ഓരോ പോയിന്റ്സിനും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. ഒരുപാട് നീട്ടി വിരിച്ച് നിങ്ങൾക്ക് എടുക്കുന്നില്ല, കാരണം ഇതെല്ലാം തന്നെ നിങ്ങൾ മറ്റ് ചാപ്റ്ററുകളിലൊക്കെ കൂടുതൽ എക്സ്പ്ലനേഷനോട് കൂടിയിട്ട് പഠിക്കുന്നതാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് അതിനെ കുറിച്ചിട്ട് ആ ഒരു സ്കോപ്പിനെ കുറിച്ചിട്ടുള്ള കാര്യം പറയുന്നുള്ളൂ. ഓക്കെ, ഒരിപ്പോ സെലക്ഷനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റിനെ കുറിച്ചിട്ടൊക്കെ ധാരാളം പഠിക്കാനുണ്ട്. ഓക്കെ, the scope of HRM is a very wide ആണ് അല്ലെ. അത് വലിയൊരു തലമാണ്. അത് ധാരാളം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ജസ്റ്റ് അതിനെ ഒന്ന് അല്ലെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാൻ വേണ്ടി മാത്രമാണ് ഇതിൽ പറയുന്നത്. കൂടുതലായിട്ടും ഈ ഒരു ചാപ്റ്റർ തന്നെ നിങ്ങൾ എന്താണ് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയവർക്ക് അറിയാൻ പറ്റും. റിക്രൂട്ട്മെന്റ് ഒക്കെ സെലക്ഷൻ ഒക്കെ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് കണ്ടില്ലേ? ഉണ്ടായിരുന്നോ? ഓക്കെ, അതൊക്കെ ഒരുപാട് ലെങ്തി ചാപ്റ്റർ അല്ലേ? അതെ, അപ്പൊ അത് ഒരുപാട് ലെങ്തി ചാപ്റ്റർ. അപ്പൊ അതൊന്നും നമ്മളിവിടെ വിവരിക്കുന്നില്ല. നമുക്കറിയാം ഓരോ ടീച്ചേഴ്സിനും ഒരു ടൈം ഡ്യൂറേഷൻ ഉണ്ട്. ഇത്ര ടൈമിനുള്ളിൽ നിങ്ങളുടെ ഡ്യൂറേഷൻ നമുക്കറിയാം അല്ലെ. ആ ടൈമിനുള്ളിൽ നമുക്ക് ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്ത് കവർ ചെയ്ത് പോകണം. അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കി പോവുക. ഇതിന്റെയൊക്കെ എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ ധാരാളം അതിന്റെ കാര്യങ്ങളൊക്കെ അടുത്ത ചാപ്റ്ററുകളിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കാം. അവിടെയുള്ള ഒരു എംപ്ലോയീസിന് ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തില് അവിടെ ഒരു എംപ്ലോയിനെ നമ്മൾ എന്താണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് തുടങ്ങി അതിന് ശേഷം അല്ലെ എല്ലാ കാര്യങ്ങളും അവിടെ ആ എംപ്ലോയി ആ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോകാതെ പിടിച്ചു നിർത്തുന്നതും അവരുടെ നല്ല കഴിവുകള് അല്ലെങ്കിൽ നല്ല അറിവുകളെ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടും അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ആ വ്യാപ്തിയെ കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലായി പോവുക. ദ സ്കോപ്പ് ഓഫ് HR എന്ന് പറയുന്നത് അത് വളരെ വെരി വൈഡ് ആണ്. അതായത് അവിടെയുള്ള ഒരു എംപ്ലോയിനെ തെരഞ്ഞെടുത്തതിന് ശേഷം അവരെ സെലക്ട് ചെയ്ത് പ്ലേസ്മെന്റ് നടത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രാൻസ്ഫറും കാര്യങ്ങളും പ്രൊമോഷൻ കാര്യങ്ങളും അല്ലെങ്കിൽ ട്രെയിനിങ് പാക്കേജുകൾ, ഡെവലപ്മെന്റ് കാര്യങ്ങൾ, ലേ ഓഫ് പ്രോഗ്രാംസുകൾ, തന്നെ അതേമാതിരി തന്നെ റിട്രെൻച്ച്മെന്റ്, റെമ്യൂണറേഷൻ, ഇൻസെന്റീവ്സ്. നമുക്കറിയാം അവിടെ നിന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെ റിക്രൂട്ട്മെന്റിന് മുമ്പ് തന്നെ നല്ല നല്ല കാൻഡിഡേറ്റ്സ് നമ്മുടെ കമ്പനിയിലേക്ക് ആപ്ലിക്കേഷൻസ് സമർപ്പിക്കണം എന്നുള്ള എയിമോട് കൂടിയിട്ട് അവർ കുറെ ഇൻസെന്റീവ്സ് പാക്കേജുകളൊക്കെ കൃത്യമായിട്ട് തന്നെ അവരോട് പറയും അല്ലെ. ഇത്ര ടൈമില് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് കൂടുതൽ അല്ലെ പ്രോജക്റ്റിനനുസരിച്ചിട്ട് കൂടുതൽ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ട്. അങ്ങനെ പല പാക്കേജുകൾ അല്ലെ നല്ല അപേക്ഷകരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവരെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻസെന്റീവ്സ് ആനുകൂല്യങ്ങളെല്ലാം അവർ കൊടുക്കും. നമുക്കറിയാം മോണിറ്ററി ബെനിഫിറ്റ്സുകളുണ്ട്, നോൺ മോണിറ്ററി ബെനിഫിറ്റ്സുകളുണ്ട് അല്ലെ. പണത്തോട് കൂടിയിട്ട് ശമ്പളത്തിനോട് കൂടിയിട്ടുള്ള ചില ആനുകൂല്യങ്ങളുണ്ട്. അത് കൂടാതെ തന്നെ പണത്തിൻ്റെതായിട്ട് അതല്ലാതെ തന്നെ അല്ലെ അവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്കറിയാം നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിക്ക് അല്ലെ അവരെ ഇച്ചിരി കൂടി സാറ്റിസ്ഫൈഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇൻ കേസ് ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് അവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ
എന്താണ് ടൂർ പാക്കേജുകളൊക്കെ കൊടുക്കുക, അങ്ങനെ പലതരത്തിലുള്ള മോട്ടിവേഷൻസ് അവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള കുറെ ഇൻസെന്റീവ്സ് പ്രോഗ്രാമുകളുണ്ട്. ദെൻ പ്രൊഡക്ടിവിറ്റി, അവരുടെ എന്താണ് കൂടുതൽ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കത്തക്ക വിധത്തിൽ അല്ലെ അവരെ സാറ്റിസ്ഫൈ ചെയ്ത് ഓരോ എംപ്ലോയീസിനെ നല്ല രീതിയിൽ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ, നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നെ ഇതിലുണ്ട്, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലുണ്ട്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വലിയ വൈഡായിട്ട് കിടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ക്ലിയർ ആണോ? അപ്പൊ അതിന്റെ ആശയങ്ങളെ കുറിച്ചിട്ടാണ് ജസ്റ്റ് പറഞ്ഞത്. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് അവിടെ ഇത്രപ്പെടുത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്തിനാന്നുള്ള കാര്യം പാടില്ല. കാരണം എംപ്ലോയീസ് ആണ് അല്ലെ, അവിടെയുള്ള വർക്കേഴ്സ് ആണ് ഏതൊരു സ്ഥാപനത്തിന്റെയും വിഷയം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ അല്ലെ പ്രാധാന്യത്തോടു കൂടി കൽപ്പിക്കേണ്ടവര് വർക്കേഴ്സിനെയാണ്. അപ്പൊ അവരെ വിളിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ആ കൺസെപ്റ്റ് അത് വൈഡായിട്ട് കിടക്കുന്നത്, അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് അതിവിശാലമായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ പറഞ്ഞ മാതിരി റിക്രൂട്ട്മെന്റ്, പ്ലാനിങ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, ലേ ഓഫ്, എന്താണ് റിട്രെൻച്ച്മെന്റ്, റെമ്യൂണറേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം അതിൽ ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ വ്യാപ്തി എന്താണ് അതിവിശാലമായിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ഇതിനെ കുറിച്ചിട്ടൊക്കെ ഈ ഓരോ ചാപ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ എക്സ്പ്ലനേഷനോട് കൂടിയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് വായിച്ചു നോക്കാം. മീനിങ് ആൻഡ് കൺസെപ്റ്റ് ഓഫ് HRM. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആണോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പൊക്കോട്ടെ. ഓക്കെ ആണോ? ക്ലിയർ ആവുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ ആണോ? ാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. എവിടെയെങ്കിലും ഡൗട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. മോഡൽസ് ഓഫ് HRM. അതായത് വ്യത്യസ്ത മോഡൽ, നമ്മൾ ഈ HRM മാനേജ്മെന്റിനെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത അല്ലെ, നമ്മളിപ്പോ ഓരോ പേഴ്സൺസും ഡിഫൈൻ ചെയ്യുന്നതുണ്ട്, വ്യത്യസ്ത മോഡലുകളുണ്ട്. അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ അല്ലെ, ഓരോ കൺസെപ്റ്റുകളും ഓരോരുത്തരുടെ നേതൃത്വത്തിൽ തന്നെ ഓരോ മോഡലുകൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ദ ഫോംബൺ മോഡലാണ്. എന്താണ് ഫോംബൺ മോഡലില് പ്രധാനമായിട്ട് പറയുന്നത് ദ 4 functions ആണ് സെലക്ഷൻ, അപ്രൈസൽ, ഡെവലപ്മെന്റ് ആൻഡ് റിവാർഡ്സ്. ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത, അതായത് കുറച്ച് ആശയങ്ങളാണ് ഷെയർ ചെയ്യാനുള്ളൂ, പങ്കുവെക്കാനുള്ളൂ. അതായത് ആദ്യം തന്നെ ഒറ്റയടിക്ക് നമുക്ക് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ സെലക്ഷനും പ്ലാനിങ്ങും അതിലേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. അതിന്റെ പേരിൽ കുറച്ച് അല്ലെ ഒരുപാട് വലിയ ചാപ്റ്റേഴ്സിനെ ചെറുതാക്കി ഏറ്റവും ചുരുക്കി കുറച്ച് പേജിലാക്കി ഉൾക്കൊള്ളിച്ചൊക്കെയാണ്. അപ്പൊ കുറച്ച് പോയിന്റ്സുകൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ അല്ലെ. എക്സ്പ്ലനേഷൻസ് ഒക്കെ നമ്മൾ അത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്, ആശയം എന്താണെന്ന് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് നിങ്ങൾക്ക് അത് കണ്ട് തന്നെ വായിച്ചെടുത്ത് അത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കില്ല. പക്ഷെ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്ത് നിങ്ങളുടെ ഓരോ ചാപ്റ്റേഴ്സുകളും കൂടി കടന്നു വരുമ്പോൾ എന്താണ് ഈ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി പോകും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഓരോ മോഡലുകൾ അല്ലെങ്കിൽ ആ ഇൻട്രൊഡക്ഷനിൽ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ആശയം ചുരുക്കിയ രീതിയിലാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നോക്കാം, ഇതിലെ ഫോർവേഡ് മോഡൽ അല്ലെ, ഫോർവേഡ് മോഡലില് പ്രധാനമായിട്ടും പറയുന്നത് സെലക്ഷൻ, അപ്രൈസൽ, ഡെവലപ്മെന്റ് ആൻഡ് റിവാർഡ്സ്. അതായത് 4 കാര്യങ്ങൾ അത് ഉൾക്കൊണ്ടാൽ തന്നെ മാനേജ്മെന്റിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും. ആ ഒരു രീതിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും നമുക്കറിയാം സെലക്ഷൻ എന്ന് പറയുമ്പോൾ
അവിടെ ഓരോ പേഴ്സൺ അല്ലെ ഓരോ വേക്കൻസി വരുമ്പോഴും നല്ല പേഴ്സണെ തെരഞ്ഞെടുക്കേണ്ടതല്ല അല്ലെ, അവരെ വിലയിരുത്തണം. അപ്രൈസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിലയിരുത്തണം അല്ലെ. എന്നാൽ അത് മാത്രമല്ല, അവരുടെ കഴിവുകളും കാര്യങ്ങളൊക്കെ വിലയിരുത്തിയതിനു ശേഷം എന്താണ് അവരുടെ സ്കില്ലും നോളജും ഡെവലപ്മെന്റ് ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചാൽ വികസിപ്പിച്ചെടുക്കണം. നമുക്കറിയാം അതിനനുസരിച്ചിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാനായിട്ട് തുടങ്ങും. then in case അവരെ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ അവരുടെ പെർഫോമൻസ് നടപ്പാക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും റിവാർഡ്സ് കൊടുക്കണം. അതായത് ചിലപ്പോൾ മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റുകൾ കൊടുക്കാം, അല്ലെങ്കിൽ നോൺ മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റുകൾ, റിവാർഡുകൾ, അംഗീകാരങ്ങളൊക്കെ കൊടുക്കുമ്പോൾ എന്താണ് അവരുടെ പ്രൊഡക്ടിവിറ്റി, അവരുടെ ഉൽപാദനം കൂടുതലായിട്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. ആ ഒരു മോഡലാണ് എന്താണ് ഈ കോംബ്രൺ മോഡലിൽ എടുത്തു പറയുന്നത്. ഓക്കെ, ദ 4 functions are selection, appraisal, development and rewards. These 4 constituent components of HRM and are expected to contribute to organizational effectiveness. So organization നല്ല ഫലപ്രാപ്തിയോട് കൂടിയിട്ട് പ്രാവർത്തികമാക്കാനായിട്ട് ഈ 4 അല്ലെ സംഭാവനകൾ, ഈ 4 കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ അല്ലെ കൈകാര്യം ചെയ്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും ഓർഗനൈസേഷൻ ഫലപ്രാപ്തിയോട് കൂടിയിട്ട് അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് കോംബ്രൺ മോഡലിൽ എടുത്തു പറയുന്നത്. ക്ലിയർ ആയോ? അവിടെ 4 കാര്യങ്ങളാണ്, അത് അണ്ടർലൈൻ ചെയ്ത് പോവുക. ആ മോഡലിൽ എടുത്തു പറയുന്ന 4 കമ്പോണൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ജസ്റ്റ് ഇപ്പം ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ ഏതൊക്കെ കാര്യങ്ങളാണ് ഇവിടെ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അപ്രൈസല്, ഡെവലപ്മെന്റ് ആൻഡ് റിവാർഡ്സ്, ആ 4 കാര്യങ്ങളെയാണ് പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്. ഒരു തൊഴിലാളിയെ സംബന്ധിച്ചു അല്ലെ, ഒരു എംപ്ലോയിനെ സംബന്ധിച്ച് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വിലയിരുത്തുമ്പോൾ ശ്രദ്ധിക്കണം. ദെൻ എന്താണ് അവർക്ക് നല്ല കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ നോളജും സ്കില്ലും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രോഗ്രാമുകൾ, ട്രെയിനിങ്ങുകളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കണം. ദെൻ അവര് കുറച്ചും കൂടി നല്ല പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള റിവാർഡ്സും കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഓർഗനൈസേഷൻ നല്ല ഫലപ്രാപ്തിയോട് കൂടിയിട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ടുകൾ ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, എങ്കിൽ നമുക്ക് നെക്സ്റ്റ് മോഡലിലേക്ക് പോവാം. സ്പീഡ് കൂടുന്നുണ്ടോ? സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഇല്ല അല്ലെ, കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഹാർവാർഡ് മോഡൽ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. അടുത്ത ഒരു ഇതെന്ന് പറയുന്നത് ഹാർവാർഡ് മോഡൽ. ഹാർവാർഡ് മോഡൽ എന്നുള്ള ഒരു രീതിയാണ്. അവരുടെ ആ ഒരു മോഡലിൽ എന്താണ് പറയുന്നത് നോക്കാം. One of the most significant and the most influential models of HRM. That the Harvard model was initially developed by several experts led by Michael Beer in 1984 at Harvard University. അതായത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയില് 1984 ആ ടൈമില് മിഖായൽ ബിയറിന്റെ നേതൃത്വത്തിലുള്ള അല്ലെ വ്യക്തികൾ ഇനീഷ്യേറ്റീവായിട്ട് അവരുടെ ഇനീഷ്യേറ്റീവായിട്ടുള്ള വിവിധ നേതൃത്വത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ് ഹാർവാർഡ് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിരവധി എക്സ്പേർട്സുകൾ അല്ലെ, നിരവധി വിദഗ്ധര് അവര് എല്ലാം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ച്, നമുക്കറിയാലോ എന്തെങ്കിലും ഒരു മോഡലൊക്കെ രൂപീകരിക്കണമെങ്കിൽ നമുക്കറിയാം വിദഗ്ധര് അവര് പല ആശയങ്ങളൊക്കെ ആലോചിച്ച് ഉറപ്പിച്ച് ചിന്തിച്ച് പഠിച്ച് അല്ലെ അതിനെ വിശകലനമൊക്കെ ചെയ്തിട്ടായിരിക്കും അത് രൂപകൽപ്പന ചെയ്യുന്നത് അല്ലെ. അപ്പൊ 1984 ആ ഇയറും എന്തൊക്കെ യൂണിവേഴ്സിറ്റിക്ക് ജസ്റ്റ് നോട്ട് ചെയ്തേരെ. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി 1984 ആരുടെ നേതൃത്വത്തിലാണ്? മിഖായൽ ബിയറിന്റെ നേതൃത്വത്തിലാണ് ഈ എക്സ്പേർട്സുകൾ ഈ ഒരു ഹാർവാർഡ് മോഡൽ ഡെവലപ്പ് ചെയ്ത് വികസിപ്പിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അവർ പറയുന്ന കാര്യം എന്താണ്? ദ ഹാർവാർഡ് മോഡൽ ഈസ് ഓപ്പറേറ്റിംഗ് വിത്ത് 5 സിഗ്നിഫിക്കന്റ് കമ്പോണൻസ്. 5 ഘടകങ്ങളാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് അവര് ആ കമ്പോണൻസിൽ എടുത്ത് പറയുന്നത്. എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്താണ്? സിറ്റുവേഷൻ ഫാക്ടേഴ്സ്, then stakeholder interests, then HRM policies, HRM outcomes and long-term consequences the organization is set out to accomplish. അതായത് നല്ല റിസൾട്ട് നേടിയെടുക്കാനായിട്ട് 5 ഘടകങ്ങൾ അത്
നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഗനൈസേഷന്റെ റിസൾട്ട് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഈ കമ്പോണൻസ് എന്താന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത് അല്ലെ, മനസ്സിലാക്കേണ്ടത്. ഇനി സിറ്റുവേഷൻ ഫാക്ടേഴ്സ് നോക്കാം. എന്താണ് സിറ്റുവേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞത് ഇത് ജസ്റ്റ് എക്സ്പ്ലനേഷൻ മാത്രം അല്ലെ, ഒരു ജസ്റ്റ് ഐഡിയാസ് മാത്രമാണ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. കൂടുതലായിട്ട് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിലും ഓരോന്നും പറഞ്ഞു പോകും, പഠിച്ചു പോകും. അതായത് സിറ്റുവേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്റേണലും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മുടെ ഏതൊരു സ്ഥാപനത്തിനും ഉണ്ടാവും അല്ലെ. ആന്തരികമായിട്ടുള്ള കുറെ ഘടകങ്ങൾ ഉണ്ടാവും. അതായത് അവിടെ എന്താണ് എംപ്ലോയറുടെ കുറെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ സംഘടനാ രീതിയിൽ തന്നെ ആസൂത്രണം ചെയ്യും അല്ലെ. ഓരോ പോളിസീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേമാതിരി തന്നെ എക്സ്റ്റേണൽ നമുക്കറിയാം ഇത്രയും വർക്കേഴ്സിനേക്കാൾ കൂടുതൽ ഉള്ള സ്ഥാപനങ്ങളിൽ കുറച്ച് നിയമവശങ്ങളൊക്കെ ഉണ്ട് അല്ലെ. നിയമപരമായിട്ടുള്ള കുറെ ആനുകൂല്യങ്ങളൊക്കെ അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ മസ്റ്റായിട്ട് കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഘടകങ്ങളുണ്ട്. ഉണ്ടാവോ? അങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ ഉണ്ടാവോ? ഒരു സ്ഥാപനം വെറുതെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? ഇല്ല. അത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ നമുക്കറിയാം അല്ലെ, നമുക്ക് പഞ്ചായത്തിന്റെ ഒക്കെ പെർമിഷൻ ഒക്കെ വേണം. ഇൻ കേസ് അത് ഇതാണ് അല്ലെ, മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ പഞ്ചായത്തോ അങ്ങനെയൊക്കെയുള്ളതാണെങ്കിൽ ഘടകങ്ങൾ മീൻസ് ഓക്കെ, ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഫാക്ടേഴ്സ് ഓക്കെ, അതിന്റെ ഫാക്ടേഴ്സുകളുണ്ട്. അതായത് വ്യത്യസ്ത ഫാക്ടറുകൾ ഇതിന് കംപ്ലീറ്റ് അല്ലെ, അതിനോടൊപ്പം തന്നെ കൂടിക്കലർന്ന് അല്ലെ കോമ്പിനേറ്റ് ചെയ്തതിനെ കൊണ്ടുപോകേണ്ടതുണ്ട്. അത് അത്തരത്തിലുള്ള ഘടകങ്ങൾ ഫാക്ടേഴ്സുകൾ ഇല്ല എങ്കിൽ നമുക്കത് സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ സിറ്റുവേഷണൽ അല്ലെ, ഇന്റേണൽ ഫാക്ടേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അക്കമ്പനി വിത്ത് എവരി ഓർഗനൈസേഷൻ അല്ലെ. എവരി ഓർഗനൈസേഷനിൽ രണ്ടു തരത്തിലുള്ള ഘടകങ്ങളും ഉണ്ടാവും. അതായത് ഇന്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവും, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടാവും. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെയുള്ള പോളിസീസ് അല്ലെ, ഇൻ കേസ് സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടാവും. ഇന്റേണൽ ഓർഗനൈസേഷൻ കൾച്ചറൽ സ്ട്രാറ്റജീസ് അല്ലെ, പലതരത്തിലുള്ള ഘടകങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ടാവും. ഒരു പോളിസിയൊക്കെ രൂപീകരിച്ചിട്ടായിരിക്കും നമ്മളൊരു സ്ഥാപനം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അത് മാത്രമല്ല ലീഗലായിട്ടുള്ള കുറെ ഫാക്ടേഴ്സുകളുണ്ട് അല്ലെ, നിയമ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവും. ഇൻ കേസ് മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത് അല്ലെ, നമ്മൾ ഒരു കമ്പനി ഒരു സ്ഥാപനം രൂപീകരിക്കുമ്പോൾ അതിന്റെ ഉൽപ്പന്നങ്ങൾ അല്ലെ, പ്രൊഡക്റ്റ് ഒക്കെ മാർക്കറ്റിൽ എന്താണ് അത് മാർക്കറ്റ് ചെയ്ത് പോകണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. വേണ്ടിവരുമോ? ഓക്കെ. അപ്പൊ എന്താണ് സിറ്റുവേഷൻ ഫാക്ടേഴ്സ് അത് മസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കണം. അതായത് ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും കൂടി ആയിരിക്കും അതില് പ്രധാനമായിട്ട് വരുന്നത്. സ്റ്റേക്ക് ഹോൾഡർ ഇൻട്രസ്റ്റ്. എന്താണ് സ്റ്റേക്ക് ഹോൾഡർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് അവിടെയുള്ള അല്ലെ നമ്മുടെ എംപ്ലോയീസ് പോലെയുള്ള അല്ലെ മാനേജർമാരുണ്ട്, എന്താ എംപ്ലോയർ അതല്ലേ തൊഴിലുടമകൾ അല്ലെങ്കിൽ മാനേജർ പോസ്റ്റിലുള്ളവരുണ്ട്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെ, നമ്മളെ ഇൻ കേസ് തൊഴിലുടമയോട് ചേർന്ന് പ്രവർത്തിക്കുന്നവര്. പിന്നെ അതേമാതിരി തന്നെ എംപ്ലോയീസ് ഉണ്ട് അല്ലെ, എംപ്ലോയീസ് അവിടെ പ്രവർത്തിക്കുന്ന ഗണത്തിൽ പെടുന്നുണ്ട്. അതേമാതിരി തന്നെ എന്താണ് പുറത്ത് അല്ലെ ഈ പറഞ്ഞ വണ്ണം മറ്റു ഘടകങ്ങളുണ്ട് അല്ലെ. എംപ്ലോയീസ് മാനേജ്മെന്റ് മാത്രമല്ല, നമുക്കറിയാം എന്തെങ്കിലും കറക്റ്റ് ആയിട്ടൊന്നും അത് കിട്ടിയില്ലെങ്കിൽ യൂണിയനൊക്കെ മുന്നിട്ട് വരും അല്ലെ. യൂണിയന്റെ നേതൃത്വത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നേടണമെന്ന് പറഞ്ഞ് ചിന്താവാദമൊക്കെ വെച്ചു വരും. ഉണ്ടാവില്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അപ്പോ എന്താണ് പല ഘടകങ്ങൾ കൂടി, അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻട്രസ്റ്റുകൾ നോക്കണം. യൂണിയനുകളുടെ അല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ അവിടെയുള്ള തൊഴിലുടമയുടെ അല്ലെ മാനേജേഴ്സിന്റെ, അത് മാത്രമല്ല പലതരത്തിലുള്ള കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെ അവരുടെയൊക്കെ കാര്യങ്ങൾ കൂടി കൺസിഡർ ചെയ്തിട്ടാണ് എന്തും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. എംപ്ലോയീസിനെ മാത്രം സാറ്റിസ്ഫൈ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമോ? ഇല്ല. കാരണം എംപ്ലോയറിന് അറിയാം അല്ലെ, എംപ്ലോയീസിനെ മാത്രം സാറ്റിസ്ഫൈ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഫിനാൻഷ്യലി അത്ര സൗണ്ട് ഉണ്ടാവണമെന്നില്ല. അപ്പൊ മാനേജ്മെന്റിന് അതിൻ്റെതായിട്ടുള്ള ഫിനാൻഷ്യൽ സൗണ്ട് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി പോകണം. അപ്പോ മാനേജ്മെന്റിന്റേതായിട്ടുള്ള ഫാക്ടർ അവരുടെ കാര്യങ്ങൾ, അത് മാത്രമല്ല എംപ്ലോയീസിന്റെ അല്ലെ എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റുകൾ നോക്കണം. എന്താണ് യൂണിയൻ ഉണ്ടെങ്കിൽ ആ യൂണിയന്റെ ഇൻട്രസ്റ്റുകൾ നോക്കണം. കമ്മ്യൂണിറ്റി അല്ലെ, എന്തെങ്കിലും കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ഇൻട്രസ്റ്റോട് നോക്കിയിട്ട് മാത്രമാണ് നമുക്കൊരു ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് ഒരു പ്രധാന ഘടകമാണ്. സിറ്റുവേഷൻ ഫാക്ടേഴ്സ് ഒരു പ്രധാന ഘടകമാണ്, ഫാക്ടറാണ്.
അതായത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ആ ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും നമ്മൾ എന്താന്നുള്ളത് നേരത്തെ പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആയില്ലേ? എന്താണ് സിറ്റുവേഷൻ ഫാക്ടേഴ്സ് എന്നുള്ളത്? സിറ്റുവേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അല്ലെ, സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഫാക്ടറുകളും മാർക്കറ്റ് അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള ഘടകങ്ങളെല്ലാം സിറ്റുവേഷൻ ഫാക്ടേഴ്സിൽ ഉൾപ്പെടുന്നതാണ്. അത് മാത്രമല്ല സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്, അതായത് ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിൽ ഉൾപ്പെടാവുന്ന വർക്കേഴ്സ്, അത് എന്താണ് എംപ്ലോയർ ആവാം, മാനേജ്മെന്റ് ആവാം, അതല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസ് ആവാം, എന്താണ് യൂണിയനുകളാവാം, അത് മാത്രമല്ല കമ്മ്യൂണിറ്റി അല്ലെ, കമ്മ്യൂണിറ്റിയുടെ താല്പര്യങ്ങൾ, ഇതെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. HRM പോളിസീസ്, ഈ നയങ്ങളെല്ലാം നമ്മൾ വെറുതെ കുറെ നയങ്ങൾ അല്ലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അല്ലെ, അത് എന്താണ് നല്ല രീതിയിൽ തന്നെ നടപ്പാക്കി കൊണ്ടുപോകണം. ആ നയങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഒരു റിക്രൂട്ട്മെന്റ് തുടങ്ങി പെർഫോമൻസ് വരെയുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ട് പോളിസികളിൽ അല്ലെ. ഓരോരോ നയങ്ങൾ രൂപീകരിക്കുമ്പോൾ ആരെ റിക്രൂട്ട്, എവിടെ റിക്രൂട്ട്മെന്റ് നടത്തണം, എങ്ങനെ റിക്രൂട്ട്മെന്റ് നടത്തണം, ആ റിക്രൂട്ട്മെന്റിൽ എന്തൊക്കെ ഓഫറുകൾ കൊടുക്കണം, സെലക്ഷൻ എങ്ങനെ നടത്തണം, ഈ സെലക്ഷൻ നടത്തി കഴിഞ്ഞാൽ എന്തൊക്കെ ട്രെയിനിങ് കൊടുക്കണം, അത് ഏത് രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കണം, അല്ലെങ്കിൽ ഈ സെലക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഇന്റർവ്യൂ എങ്ങനെ കൈകാര്യം ചെയ്യണം അല്ലെ, ഏത് ഇന്റർവ്യൂ മെത്തോഡ് കൂടിയാണ് ഇത് ചെയ്തുകൊണ്ട് പോകുന്നത് അല്ലെ, അങ്ങനെയുള്ള പേഴ്സണെ എങ്ങനെയാണ് എവിടെയാണ് അപ്പോയിന്റ്മെന്റ് കൊടുക്കേണ്ടത്, ഞാൻ ഈ അപ്പോയിന്റ്മെന്റ് തരത്തിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ട്രെയിനിങ് കൊടുക്കണോ, അതല്ലെങ്കിൽ ഇനി അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളെല്ലാം ഈ പോളിസിയിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഓരോ ഘടകങ്ങൾ, ഓരോ ഫാക്ടറും കൺസിഡർ ചെയ്യുമ്പോൾ എല്ലാ ഘടകങ്ങളും കൂടിയും കൈകാര്യം ചെയ്തിട്ടാണ് HRM എന്ന മാനേജ്മെന്റ് എന്ന കൺസെപ്റ്റിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഹാർവാർഡ് മോഡലില് എടുത്തു പറയുന്ന കമ്പോണൻസിൽ ഫസ്റ്റ് വൺ സിറ്റുവേഷൻ ഫാക്ടർ ആണ്, സെക്കൻഡ് വൺ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് അല്ലെ, എല്ലാവരുടെയും ഇൻട്രസ്റ്റുകൾ നോക്കണം. HRM പോളിസി, പോളിസി എന്ന് പറയുമ്പോൾ എന്താണ് റിക്രൂട്ട്മെന്റ് മുതൽ നമുക്കറിയാം പെർഫോമൻസ്, അവിടെയുള്ള എംപ്ലോയിനെ കൊണ്ട് നല്ല രീതിയിൽ അവരുടെ വർക്കുകൾ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുന്ന തരത്തിലുള്ള അവിടെയും വരെയുള്ള പോളിസികൾ നോക്കേണ്ടതുണ്ട്. HRM ഔട്ട്കംസ്, നമുക്കറിയാം ഔട്ട്കംസ് അല്ലെ, റിസൾട്ടുകൾ ഉണ്ടാവുന്നു അല്ലെ. ഇൻ കേസ് നമ്മൾ ഈ റിസൾട്ടുകൾ ഉണ്ടായാൽ മാത്രം പോരാ, ഈ റിസൾട്ടുകളോടൊപ്പം തന്നെ എന്താണ് നമ്മൾ ഫ്യൂച്ചറിനെയും കൂടി കൺസിഡർ ചെയ്യണം അല്ലെ. എന്തെങ്കിലും ചലഞ്ചസ് വരികയാണെങ്കിൽ അതിനെയും കൂടി അഭിമുഖീകരിക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കണം. ഉണ്ടാവില്ലേ? ഇതെല്ലാം കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇതിൽ വരുന്നത്, നമ്മുടെ HRM മാനേജ്മെന്റിൽ വരുന്നത്. അപ്പൊ അവരുടെ മോഡൽ എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ടോ? അവാർഡ് മോഡൽ ഉൾപ്പെടുന്നുണ്ടോ? ജസ്റ്റ് വായിക്കുമ്പോൾ കുറച്ചൊരു സെന്റൻസ് കൊണ്ട് അവസാനിക്കുകയാണ് അല്ലെ. അവിടെ സിറ്റുവേഷൻ ഫാക്ടേഴ്സ് എന്നും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് എന്നും HRM പോളിസി എന്നും HRM ഔട്ട്കംസ് എന്നും ആൻഡ് ലോങ് ടേം കോൺസിക്വൻസ് ദ ഓർഗനൈസേഷൻ ഇസ് സെറ്റ് ഔട്ട് ടു കംപ്ലീഷൻ. നമുക്ക് റിസൾട്ട് നേടിയെടുക്കാൻ ഈ ഘടകങ്ങളെല്ലാം ഒന്നിച്ച് നിൽക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. പക്ഷെ അടുത്ത സെന്റൻസിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? നിങ്ങൾ ഇതൊന്നും ബൈ ഹാർട്ട് പഠിക്കേണ്ട കേട്ടോ. ഈ ഫാക്ടേഴ്സുകൾ ജസ്റ്റ് മനസ്സിലാക്കുക. എന്താണ് ഈ സിഗ്നിഫിക്കന്റ് കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിൽ എന്താണ് സിറ്റുവേഷൻ ഫാക്ടേഴ്സും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റും HRM പോളിസീസ്, HRM ഔട്ട്കംസ് ആൻഡ് ലോങ് ടേം കോൺസിക്വൻസ്. എന്താണ് ഈ ഓരോ മേഖല എന്നുള്ളതും അതിൽ ഓരോ ഫാക്ടറുകൾ എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? എന്താണ് മീൻ ചെയ്തേക്കണേന്ന് ഏതെങ്കിലും ഫാക്ടർ ക്ലിയർ ആവാത്തതുണ്ടോ? ചോദിക്കാട്ടോ. ഈ ആശയം ഇത്ര ടഫ് ഇല്ല കേട്ടോ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഈ ഒരു മോഡലുകളും ഡെഫിനിഷൻസും എപ്പോഴും ടഫ് ആയിരിക്കും, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. ഓക്കെ, HRM ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഔട്ട്കംസ് നമ്മൾ നേടിയെടുക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. പോളിസികൾ പറയുന്ന മാതിരിയല്ല, നമ്മളിപ്പോ ഒരു അപ്പോയിന്റ്മെന്റ് കൊടുത്തു, റിക്രൂട്ട്മെന്റ് നടത്തി അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുത്ത് നമുക്ക് പെർഫോമൻസ് നേടിയെടുക്കണമെന്ന് പറഞ്ഞു, അവരിൽ നിന്ന് നല്ലൊരു പെർഫോമൻസ് നേടിയെടുക്കണമെന്ന് പറഞ്ഞു പോളിസിയിൽ. ദെൻ അതിൽ നിന്ന് നമുക്ക് ഔട്ട്കം കിട്ടണം അല്ലെ. നമ്മൾ ഇത്രയും പോളിസികളൊക്കെ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാ ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടാൻ, അതായത് നല്ല പ്രോഫിറ്റബിൾ ആക്കി ആ ഫേമിനെ മാറ്റുക, അല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു ഫേമാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് എയിം അല്ലെ. അല്ലെങ്കിൽ കോമ്പറ്റീഷൻ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കമ്പനിയാക്കി മാറ്റുക. അപ്പൊ ഈ ഔട്ട്കംസിന് വേണ്ടിയിട്ട് ചിലപ്പോ ചില സ്കില്ലുകൾ അല്ലെ, അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ ചിലപ്പോൾ നമുക്കറിയാം പുതിയ നോളജ് ഒക്കെ അല്ലെ, ഇപ്പൊ AI യുടെ ഒക്കെ ഉത്ഭവം വന്നതോട് കൂടിയിട്ട് കുറച്ചും കൂടി
എന്താണ് കുറച്ചും കൂടി നോളജുകൾ പഠിക്കേണ്ടതുണ്ടാവും. അപ്പൊ അത്തരത്തിൽ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നോളജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഈ ഔട്ട്കംസിൽ ഉൾപ്പെടുത്തണം. ദെൻ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ലോങ് ടൈം കോൺസിക്വൻസ് അല്ലെ നമുക്ക് വരുന്ന ഫ്യൂച്ചർ ചലഞ്ചസുകളെ നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇതെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്തണം. പോളിസികൾ നമുക്കറിയാം, നയങ്ങൾ രൂപീകരിക്കുന്നു, then നമുക്ക് റിസൾട്ടിലേക്ക് എത്തുന്നു. ഈ റിസൾട്ടിലേക്ക് എത്തുമ്പോഴാണ് കുറച്ചും കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ട് അല്ലെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരുന്നു. അതായത് കുറച്ചും കൂടി സ്കില്ല് അല്ലെങ്കിൽ നോളജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതായിട്ട് വരുന്നു. ഇത് എന്താണ് ഫ്യൂച്ചറിലെ കോൺസിക്വൻസിനെയൊക്കെ നമുക്ക് നേരിടാനായിട്ടുള്ള ഒരു കഴിവുറ്റ തൊഴിലാളിയാക്കി മാറ്റേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും, അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, വേറെന്തെങ്കിലും? നിങ്ങളെ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഫസ്റ്റ് ഇത് ഭയങ്കര ഇത്തിരി ഡിഫിക്കൽട്ട് ആണ്, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും ഓക്കെ, ഈ മോഡൽസുകൾ കഴിയുമ്പോഴേക്കും നമ്മൾ ഓക്കെ ആവും. കുറച്ച് പഠിക്കാനായിട്ട് ഈസിയാണ്, നല്ല ഒരു ഫ്ലുവന്റ് ആയിട്ട് അങ്ങനെ പോകും. മോഡലുകൾ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഒരു സെന്റൻസ് മാത്രമേ അവിടെ തന്നിട്ടേ ഉള്ളൂ. ലേ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. താൽക്കാലികമായിട്ട് ഒഴിവാക്കുക എന്ന് പറയുന്നത് ചില ബിസിനസ് ഫേമുകളുണ്ട് അല്ലെ, ചില ബിസിനസ് ഫേമുകൾ സീസണൽ ആയിട്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് വർക്ക് വരിക. വീണ്ടും അടുത്ത സീസണിലായിരിക്കും ഈ വർക്കേഴ്സിന് ആവശ്യം വരിക. ഈ വർക്കേഴ്സിനെ അങ്ങനെ മസ്റ്റ് ആയിട്ട് ഒഴിവാക്കി വിട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, അടുത്ത സീസൺ വരുമ്പോൾ ഈ വർക്കേഴ്സിനെ കിട്ടണമെന്നില്ല. അപ്പൊ ഈ വർക്കേഴ്സ് നമ്മുടെ ബിസിനസ് ഫേമിൽ നിന്ന് വിട്ടു പോകാനും പാടില്ല, എന്നാൽ അവർക്ക് ഫുൾ നേരം അല്ലെ എല്ലാ ടൈമിലും അവർക്ക് സാലറി അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിലുള്ള ഫേമുകളുണ്ടാവും. അപ്പൊ എന്താണ്, വർക്കേഴ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് ആനുകൂല്യങ്ങളെല്ലാം ഇവർക്ക് കൊടുക്കും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? താൽക്കാലികമായിട്ടാണ് അവരെ പിടിച്ചു വരുന്നത്. ഓക്കെ, അവരെ മസ്റ്റായിട്ടും പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ട് കുറെ ആനുകൂല്യങ്ങളെ പാക്കേജുകളൊക്കെ തയ്യാറാക്കേണ്ടതുണ്ട്. അതൊക്കെ ഈ HRM മാനേജ്മെന്റിൽ തന്നെയായിരിക്കും അവർ ആസൂത്രണം ചെയ്തായിരിക്കും ഡെവലപ്പ് ചെയ്ത് അല്ലെ അത് നടപ്പാക്കി കൊണ്ടുവരുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും വായിച്ചു നോക്കാട്ടോ. ഓരോ ടേമുകൾ മാത്രം ഇതിനകത്ത് പറയുന്നുള്ളൂ. തീർച്ചയായിട്ടും ലേ ഓഫ് ഒക്കെ ഇനിയും പഠിക്കാനുണ്ട്. അതില് എന്താണ് എംപ്ലോയീസ് ബെനഫിറ്റ്സ് അതില് പഠിക്കുന്നുണ്ട്, ലേ ഓഫിനെ കുറിച്ചിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഡീപ്പായിട്ട് ഓരോന്നും പഠിച്ചു പോകേണ്ടതില്ല. കാരണം എന്താ പറയാ, വലിയ വലിയ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, പക്ഷെ ആശയങ്ങൾ മനസ്സിലാക്കി പോവുക എന്താണുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകള്? ാണ് നമുക്ക് 2 മോഡലും കൂടി എടുക്കാനുണ്ട്. എനിവേ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഫ്ലോ ആവില്ല. ഓക്കെ, അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എങ്ങനെ നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ചിട്ടൊക്കെ അഭിപ്രായം പറയാം, ഇങ്ങനെ മതിയോ എന്നൊക്കെ ഉള്ള കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ക്ലിയർ ആണ്? സ്പീഡ് കൂടുതലുണ്ടോ? ഓക്കെ, ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ്. ഓക്കെ, നമുക്കപ്പോ ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്യാം. ഫസ്റ്റ് ഈ ഒരു മോഡൽസ് കഴിയുമ്പോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഈസി ആയിരിക്കും. ഓക്കെ, എന്തായാലും മോക്ക് ടെസ്റ്റ് ഇന്നുണ്ടാവും. അപ്പൊ അതില് കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസുകളൊക്കെ വരുന്നത് എന്നുള്ള കാര്യം. ഒരുപാട് എന്താ പറയാ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല അല്ലെ. മെയിൻ ആയിട്ടുള്ള എയിം എന്താണ് അല്ലെ, HRM-ന്റെ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതിലൊന്നും ഓപ്ഷൻ ചൂസ് ചെയ്യാം. പിന്നെ ആരാണ് ചെയ്തു കൊണ്ടുള്ളത് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മളാണെങ്കിൽ ഫസ്റ്റ് പേജ് എടുത്തിട്ടുള്ളൂ. അപ്പൊ കുറച്ച് മാത്രമേ അതിൽ ക്വസ്റ്റ്യൻസ് ഉള്ളൂ അല്ലെ. ഒരുപാട് ഡെഫിനിഷനും കാര്യങ്ങളൊന്നും പഠിക്കേണ്ടതില്ല. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കും ഓക്കെ ആവും. എനിവേ കുഴപ്പമില്ല അല്ലെ നിങ്ങൾ പറയുന്നത്.
അതില് വലിയ ടൈം ഇതാക്കൊന്നും വരില്ല. നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് പോവാനായിട്ടുള്ള സമയക്രമം ആയതുകൊണ്ട് ഉള്ള ഒരു ഇത് ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾ ഓക്കെ ആയിക്കോളും. പരമാവധി ടെക്സ്റ്റ് എന്താ പറയാ കരസ്ഥമാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതിന്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പോവാനായിട്ട് സാധിക്കും. അതെല്ലാം നമ്മളൊരു പ്രത്യേക നോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നോട്ടൊക്കെ എഴുതി വെക്കലുണ്ടാവുള്ളൂ. പഠിച്ച് അല്ലെ വായിച്ചു നോക്കലൊന്നും ഉണ്ടാവില്ല. ഇതിനോടൊപ്പം തന്നെയാണെങ്കിൽ അത് വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും, മനസ്സിലാക്കി പോകാനായിട്ടും ശ്രമിക്കും. ഇത് മാത്രം തന്നെ ക്ലാസ് പോയാൽ മതി. താങ്ക് യു. താങ്ക് യു. നമ്മൾ ഇന്നൊരു പേജ് എടുത്തോളൂ കേട്ടോ. മാക്സിമം കുറച്ചെങ്കിലും കൂടുതൽ എടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും കേട്ടോ. അത് ഒരുപാടല്ല, നിങ്ങൾക്ക് അറിയാവുന്ന മാത്രം തന്നെ സംശയം ക്ലിയർ ചെയ്ത് തന്നെ പോകാനായിട്ട്. താങ്ക് യു.